അതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ അഡ്രിനർജിക് അഗോണിസ്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ്സിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ദ ഡ്രഗ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ലൈക്ക് അഡ്രിനാലിൻ ഓർ നോർഡ്രിനാലിൻ. ഓക്കെ, ഇവിടെ കാർബൺ സി എന്ന് പറയുന്നില്ലേ, അത് എന്താണ് രണ്ട് കാർബൺ ചെയിൻ നമുക്ക് വിളിക്കാം. രണ്ട് കാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ എത്തിലീൻ അല്ലെ, എത്തിലീൻ. അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, അഡ്രിനാലിന്റെ അതേ സ്ട്രക്ചറിൽ എന്താണ് ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ഫോർത്ത് പൊസിഷനിൽ OH ഗ്രൂപ്പ് ഇല്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ അഡ്രിനർജിക് അഗോണിസ്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ്സിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സിലബസിൽ കേരള PSC ഫാർമസിസ്റ്റ് എക്സാംസിൽ ചോദിച്ചു വരുന്ന ആ ഒരു ഏരിയ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത് കമ്പയർ ചെയ്ത് പഠിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് എങ്ങനെ നോക്കണം, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് നോക്കാം. അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രഗ്സിന്റെ പ്രത്യേകത അഡ്രിനാലിൻ അല്ലെങ്കിൽ നോൺ അഡ്രിനാലിൻ പോലുള്ള ഏജൻസിന്റെ സിമിലർ ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട്സ് കൊടുക്കുന്ന ഏതൊരു ഏജൻസിനെയും നമുക്ക് എന്ത് വിളിക്കാം, അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് വിളിക്കാം. അതും അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ പ്രത്യേകത ദേ വിൽ സ്റ്റിമുലേറ്റ് അഡ്രിനർജിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഏജൻസിനെ നമുക്ക് അഡ്രിനർജിക് അഗോണിസ്റ്റ് അല്ലെങ്കിൽ അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന പേരിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ദ ഡ്രഗ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ലൈക്ക് അഡ്രിനാലിൻ ഓർ നോർഡ്രിനാലിൻ. ഓക്കെ, അതേപോലെ തന്നെ ഓർ സ്റ്റിമുലേഷൻ ഓഫ് അഡ്രിനർജിക് നെർവ്സ്, ദേ ആർ കോൾഡ് ആസ് അഡ്രിനർജിക് ഡ്രഗ്സ്. അതിന് മറ്റൊരു നെയിമാണ് സിമ്പതോ മിമെറ്റിക്സ് എന്ന് വിളിക്കും, അതേപോലെ തന്നെ അഡ്രിനോ മിമെറ്റിക്സ് എന്ന് വിളിക്കും, അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് വിളിക്കും, അതേപോലെ തന്നെ അഡ്രിനർജിക് സ്റ്റിമുലൻസ് എന്നും വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിലാണല്ലോ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഒരു ടേംസിനെ പരിചയപ്പെടാം, കാറ്റക്കോളമൈൻസും അതേപോലെ തന്നെ നോൺ കാറ്റക്കോളമൈൻസും. അപ്പൊ ഇതൊരു കാറ്റഗറിയാണ്. ഈ അഡ്രിനർജിക് ഡ്രഗ്സിനെ മെയിൻലി ബ്രോഡ്ലി ക്ലാസിഫൈ ആയിട്ടുള്ളത് എന്താണ്, ഈ ഒരു കാറ്റക്കോളമൈൻസ് ആൻഡ് നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്ന രീതിയിലാണ് ക്ലാസിഫൈ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാറ്റക്കോളമൈൻസിന്റെ കേസിലേക്കാണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ മാത്രം പഠിക്കുക, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ. ഓക്കെ, നോൺ കാറ്റക്കോളമൈൻസിന്റെ കേസിലാണെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ ഒരു ഫിനോളിക് ഗ്രൂപ്പ് വരുന്നത് ബേസിസിൽ പറയുന്നുണ്ട്, അതേപോലെ തന്നെ വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിത്ത് ഫിനോളിക് ഗ്രൂപ്പ് ആണെങ്കിൽ, ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ സാൽബ്യൂട്ടമോൾ, ഫീനൈൽ എഫ്രിൻ ആണ് മെയിൻലി വരിക. വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ എഫിഡ്രിൻ ആണ് വരിക. ഇനി എന്താണ് ഈ വിത്ത് ആൻഡ് വിത്തൗട്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റക്കോളമൈൻസ് എന്താ നോക്കാം. കാറ്റക്കോളമൈൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ടേം വന്നിരിക്കുന്നത് തന്നെ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഒന്ന് കാറ്റക്കോൾസും അതേപോലെ തന്നെ അമീൻസും. ഓക്കെ, കാറ്റക്കോൾ റിംഗും ഉണ്ടാവും, അതിനകത്ത് ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട് അല്ലെങ്കിൽ അമിനോ ചെയിനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ മെയിൻലി വരുന്ന നോക്കി, ഇതാണ് കാറ്റക്കോൾ റിംഗ്. ഓക്കെ, ഇതാണ് ഒരു അമിനോ ചെയിൻ. ഓക്കെ, ഒരു അമിനോ ചെയിൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കേണ്ട കാര്യം, കാറ്റക്കോൾസ് അമീൻസ് എന്ന് പറയുമ്പോൾ ആ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ആ കാറ്റക്കോൾ അമീൻസ് എന്ന് വിളിക്കുന്ന കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറിൽ രണ്ട് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടാവും, രണ്ട് OH ഗ്രൂപ്പ് ഉണ്ടാവും. എവിടെയാണ് ഈ OH ഗ്രൂപ്പ് ഉണ്ടാവുക, ബെൻസീൻ റിംഗിൽ. അതിന്റെ പൊസിഷൻ എത്രയാണ്, തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷൻ. ഓക്കെ, ജസ്റ്റ് ഇത് മാത്രം നോക്കുക. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ, ജനറൽ സ്ട്രക്ചർ ഓഫ് അഡ്രിനർജിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ പറയാം. അപ്പൊ ഇവിടെ കാറ്റക്കോൾ അമീൻസ്, ജനറൽ സ്ട്രക്ചർ ഓഫ് കാറ്റക്കോൾ അമീൻസിന്റെ കേസിൽ പറയാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ബെൻസീൻ അല്ലെ, ബെൻസീൻ റിംഗ്. അതിന്റെ എത്രാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വേണ്ടത്, തേർഡ് പൊസിഷൻ. നോക്കിയേ, 1 2 3 4 5 6. അപ്പോൾ തേർഡ് പൊസിഷനിലും അതേപോലെ തന്നെ ഫോർത്ത് പൊസിഷനിലും എന്ത് വരുന്നുണ്ട്, ഓരോ OH ഗ്രൂപ്പ് വീതം വരുന്നതിനെയാണ് നമ്മൾ കാറ്റക്കോളമൈൻസ് വിളിക്കുന്നത്. ഓക്കെ, കാറ്റക്കോളമൈൻസ് കോമ്പൗണ്ട്സ് വിത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷൻ ഓഫ് ദ ബെൻസീൻ റിംഗ് ആർ കോൾഡ് ആസ് കാറ്റക്കോളമൈൻസ്. ഇനി ഈ കാറ്റക്കോളമൈൻസിന്റെ മറ്റൊരു പ്രത്യേകത, അമീൻസ് നോക്കണ്ടേ. അമീൻസ് പറയുമ്പോൾ ആക്ച്വലി വരിക ഇവിടെയാണ്, CN കണ്ടോ, ഇവിടെ ആക്ച്വലി C കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ കാറ്റക്കോൾ റിംഗ് വരും അല്ലെ, കാറ്റക്കോൾ റിംഗ് വരും. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ കാർബൺ CH എന്ന് പറയുന്നില്ലേ, അത് എന്താണ് രണ്ട് കാർബൺ ചെയിൻ നമുക്ക് വിളിക്കാം. രണ്ട് കാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ എത്തിലീൻ അല്ലെ, എത്തിലീൻ. അല്ലെങ്കിൽ രണ്ട് കാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിളിക്കാം ഈഥൈൽ എന്ന് വിളിക്കാം, ഈഥൈൽ. അതുപോലെ തന്നെ ഒരു അമീനോ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ഈഥൈൽ അമീൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ എന്താണ് വരുന്നത്, ഈഥൈൽ അമീൻ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് ഒരു ഈഥൈൽ അമീൻ, ഒരു സ്കെൽട്ടണും കൂടെ വരും അല്ലെങ്കിൽ ഒരു ചെയിനും കൂടെ വരും. അപ്പൊ ഈഥൈൽ അമീന്റെ ഇവിടെ ഹൈഡ്രജൻ ആവാം, ഇവിടെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ആവാം, വേറെ ഗ്രൂപ്പ് വരാം, എന്നും വരാം. ഇവൻ ഹൈഡ്രജന്റെ മേലെ ഹൈഡ്രജൻ വരാം, മറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒക്കെ വരാം, ഇവിടെ OH വരാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ OH വരാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ
ഈ ഒരു ചെയിനിൽ വേരിയേഷൻസ് മെയിൻലി വരും. അപ്പോൾ കാറ്റക്കോളമൈൻസിന്റെ കേസിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാറ്റക്കോളമൈൻസിന് എപ്പോഴും വേരിയേഷൻ വരുന്നത് ഈ ഒരു ചെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് എപ്പോഴും ഈ ഒരു ഈത്തൈലമൈൻ ചെയിനിലാണ് കാറ്റക്കോളമൈൻസിൽ മെയിൻലി വരിക. കാറ്റക്കോൾ റിംഗ് ഈ ഒരു പോർഷൻ എപ്പോഴും സിമിലർ ആയിരിക്കും. അപ്പൊ ഈ കാറ്റക്കോളമൈൻസിന്റെ എക്സാമ്പിൾസ് എന്താണ്? അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ. ഓക്കെ, അപ്പൊ നമ്മൾ കാറ്റക്കോളമൈൻസ് നോക്കി. ഇതിന് അടുത്ത് വരുന്ന ഒരു വലിയ ക്ലാസിഫിക്കേഷൻ ആണ് നോൺ കാറ്റക്കോളമൈൻസ്. അപ്പൊ അതിന്റെ പേര് തന്നെ ഉണ്ട്, അതിൽ കാറ്റക്കോളമൈൻസ് ഇല്ല എന്ന് വെച്ചാൽ കാറ്റക്കോൾ റിംഗ് ഇല്ല. അത് OH ഗ്രൂപ്പ് 3rd പൊസിഷനിലും 4th പൊസിഷനിലും ഒരുമിച്ച് ബെൻസീൻ റിംഗിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അതിന് രണ്ട് തരത്തിൽ ക്ലാസിഫൈഡ് ഉണ്ട്. ഒന്നാമതാണ് മോണോഫിനോളിക് ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു OH ഗ്രൂപ്പ് ബെൻസീൻ റിംഗിന്റെ കൂടെ ഉണ്ടാവും. ആ OH ഗ്രൂപ്പ് മിക്കവാറും മെറ്റാ പൊസിഷനിലാണ് ഉണ്ടാവുക. മെറ്റാ പൊസിഷനിൽ ആ OH ഗ്രൂപ്പ് വരുമ്പോഴാണ് ആ ഡ്രഗ് കൂടുതൽ ആക്ടിവിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹയസ്റ്റ് പൊട്ടൻസി കാണിക്കുന്നത്. അപ്പൊ എന്താണ് മെറ്റാ പൊസിഷൻ എന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ മെറ്റാ പൊസിഷനെ മറ്റൊരു പൊസിഷൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 3rd പൊസിഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അടുത്ത് വരുന്നതാണ് വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിലെ ബെൻസീൻ റിംഗിന്റെ അകത്ത് OH ഗ്രൂപ്പ് ഉണ്ടാവത്തേ ഇല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് OH ഗ്രൂപ്പ് വരികയില്ല. ഓക്കെ, അതാണ് വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മോണോ ഫിനോളിക് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു OH ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിൽ ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് ഫീനൈലെഫ്രിൻ. അപ്പൊ ഈ സ്ട്രക്ചർ ആക്ച്വലി ഫീനൈലെഫ്രിൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം നോക്കുക. അതായത് ഈ ഒരു പാർട്ട് തൽക്കാലം വിട്ടേക്ക്, നമുക്ക് ഇപ്പൊ തൽക്കാലം നോക്കണ്ട. ഇപ്പോ ഈ മോണോ ഫിനോളിക് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ബെൻസീൻ റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു OH ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, OH ഗ്രൂപ്പ് ഒരെണ്ണല്ലേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ആ OH ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? അത് എത്രാമത്തെ പൊസിഷനിലുള്ളത്? മെറ്റാ പൊസിഷൻ. ഇത് ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷൻ, പാരാ പൊസിഷൻ, ഇത് വീണ്ടും ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷൻ അല്ലെ. അപ്പോൾ ഒരു മെറ്റാ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പാണ് ഉള്ളത്, മെറ്റാ പൊസിഷൻ. ഓക്കെ, ഇനി മെറ്റാ പൊസിഷൻ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിലോ 1 2 3 4 5 6 അല്ലെ. അപ്പൊ 3rd പൊസിഷനിലുള്ള, അപ്പൊ 3rd പൊസിഷനിൽ OH ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒന്നുകിൽ മെറ്റാ പൊസിഷനിൽ OH ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ 3rd പൊസിഷനിൽ OH ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ അതാണ് എന്താണ് മോണോഫിനോളിക് ഡെറിവേറ്റീവ്സിന്റെ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് നോക്കിയാൽ കാണുന്നത് എഫിഡിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നമ്മുടെ ഫിനോളിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗ്. അപ്പൊ ഇതിന്റെ അകത്ത് OH ഗ്രൂപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ OH ഗ്രൂപ്പ് ഇല്ല. അതാണ് വിത്തൗട്ട് ഫിനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പ്. അതാണ് ഇതിന്റെ നോൺ കാറ്റക്കോളമൈൻസിന്റെ ജനറൽ സ്ട്രക്ചറിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അഡ്രിനാലിനാണ്. അതിന്റെ മറ്റൊരു നെയിമാണ് എപ്പിനെഫ്രിൻ. അതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ നോറഡ്രിനാലിന്റെ കൂടെയാണ്. ഓക്കെ, നോറെപ്പിനെഫ്രിൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം, അഡ്രിനാലിനും നോറഡ്രിനാലിനും എന്താണ് കാറ്റക്കോൾ അമീൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കാറ്റക്കോൾ റിംഗ് ഉണ്ടാവും, ഒരു ഈത്തൈൽ അമീൻ ചെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കാറ്റക്കോൾ റിംഗ് എപ്പോഴും കോമൺ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അഡ്രിനാലിന് കാറ്റക്കോൾ റിംഗ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗിന്റെ 3rd പൊസിഷൻ, ഇതാണ് 3rd പൊസിഷൻ, ഇത് 4th പൊസിഷൻ, ഇത് 5th 6th 1st 2nd. ഓക്കെ, അപ്പൊ 3rd ഉം 4th പൊസിഷനിലും OH ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഉറപ്പാണ്. അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ഈ ചെയിനിലാണല്ലേ, ഈ ചെയിനിലാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈതലമീൻ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബണിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈതൈൽ അമീന്റെ ജനറൽ സ്കെൽട്ടൺ. അപ്പൊ ഇവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത് CHOH, ഓക്കെ, പിന്നെ CH2, പിന്നെ നൈട്രജൻ വരുന്നുണ്ട്, അത് അമീനോ ഗ്രൂപ്പ്. അമീനോ ഗ്രൂപ്പിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഹൈഡ്രജനും മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ CH3 ആണ് ഇവിടെ വരുന്നത് അഡ്രിനാലിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് വരക്കുകയാണെങ്കിൽ നമ്മുടെ OH ഗ്രൂപ്പ് ഇവിടെ വന്ന കാറ്റക്കോൾ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്രിനാലിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വ്യത്യാസം, അതായത് നമ്മുടെ അഡ്രിനാലിന്റെ സെയിം സ്ട്രക്ചർ ഇവിടെ വരച്ചെന്നേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, OH ഗ്രൂപ്പ് ഇവിടെയുണ്ട്, CHOH, CH2, N നൈട്രജന്റെ മേലെ ഹൈഡ്രജൻ ആണ് വരുന്നത് അല്ലെ. നൈട്രജന്റെ മേലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഹൈഡ്രജനും മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ CH3 ആണ് വരുന്നത്. ഇനി നോറഡ്രിനാലിന്റെ കേസിൽ നോക്കാം. നോറഡ്രിനാലിന്റെ കേസിൽ എന്താണ്? ഈ കാറ്റക്കോൾ റിംഗ് അതേപോലെ ഇവിടെ ഉണ്ടാവും, ഒരു വ്യത്യാസമില്ല അല്ലെ. 3rd പൊസിഷനിലും 4th പൊസിഷനിലും OH ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് വരക്കാം. ഓക്കെ, 3rd പൊസിഷനിൽ OH, അതേപോലെ തന്നെ 4th പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. ഇനി മാറ്റം നോക്കാം. മാറ്റം എന്ന് പറയുന്നത് എഥിലീൻ ചെയിനിലാണ്. നോക്കിയേ, CHOH അത് അതേപോലെ വരുന്നുണ്ട്, CHOH, പിന്നെ CH2 അല്ലെ, CH2 വരുന്നുണ്ട്. നൈട്രജനും അമിനോ ഗ്രൂപ്പും വന്നു. ഇനി മാറ്റം എവിടെയാണ്? അമിനോ ഗ്രൂപ്പിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷനിലാണ് വ്യത്യാസം. അപ്പൊ നോക്കിയേ, ഹൈഡ്രജൻ. അപ്പോ അഡ്രിനാലിനും അതേപോലെ തന്നെ നമ്മുടെ നോറഡ്രിനാലിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നൈട്രജന്റെ മേലെ അഡ്രിനാലിന്റെ കേസിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് CH3 ഗ്രൂപ്പ് വരും. നോറഡ്രിനാലിന്റെ കേസിലാണെങ്കിൽ ഹൈഡ്രജൻ ആണ് വരിക, 2 ഹൈഡ്രജൻ ആണ് വരിക. ഏത് കേസിൽ? നോറഡ്രിനാലിന്റെ കേസിൽ. അഡ്രിനാലിന്റെ കേസിലാണെങ്കിൽ ഒരു ഹൈഡ്രജനും അതേപോലെ തന്നെ ഒരു CH3 വരിക. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇത് നമ്മുടെ ഏതാണ്? കാറ്റക്കോൾ റിംഗ് ആണ്, രണ്ടിലും സെയിം ആണ്. CHOH, CH2, CH2, NH, CH3.
NHH. ഓക്കെ, അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അഡ്രിനാലിനും അതേപോലെ തന്നെ നോർഡ്രിനാലിനും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് അമിനോ ഗ്രൂപ്പില് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നതിലാണ് വ്യത്യാസം വരുന്നത്. അഡ്രിനാലിനാണെങ്കിൽ അമിനോ ഗ്രൂപ്പിൽ ഒരു CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്, കൂടാതെ ഒരു ഹൈഡ്രജൻ വരുന്നുണ്ട്. നോർഡ്രിനാലിനാണെങ്കിൽ രണ്ട് ഹൈഡ്രജന് മേലെ രണ്ട് സബ്സ്റ്റിറ്റ്യൂന്റും ഹൈഡ്രജൻ ആണ്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ കാറ്റക്കോളമീൻസ് ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കാറ്റക്കോളമീൻസിന്റെ ജനറൽ സ്ട്രക്ചർ മനസ്സിലോർക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻസിൽ വേരിയേഷൻ വരുന്നത് നൈട്രജനിലാണ്, അതും കൂടെ ഓർത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോപ്രിനാളിനും ഫീനൈൽ എഫ്രിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ നോക്കാം. ഐസോപ്രിനാളിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാറ്റക്കോളമീൻ ആണ്. ഓക്കെ, ഐസോപ്രിനാളിൻ കാറ്റക്കോളമീൻ ആണ്. ഓക്കെ, ഐസോപ്രിനാളിൻ കാറ്റക്കോളമീൻ ആണ്. ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം കാറ്റക്കോൾ റിങ് വരുന്നുണ്ട് അല്ലെ. കാറ്റക്കോൾ റിങ് വരുന്നുണ്ട്. ജസ്റ്റ് വരക്കാം. കാറ്റക്കോൾ റിങ് OH, തേർഡ് പൊസിഷനിൽ OH ആയി, ഫോർത്ത് പൊസിഷനിൽ OH ആയി. ഓക്കെ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത് CHOH. ഓക്കെ, പിന്നെ CH2 സെയിം ആണ്, തൊട്ട് മുന്നേ പഠിച്ച പോലെ തന്നെ. നൈട്രജന്റെ മേലെ ഹൈഡ്രജനും സെയിം ആണ്. ഇനിയാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇവിടെ പേരിൽ നോക്കിയാൽ കാണാം ഐസോ അല്ലെ. ഐസോ, ഈ ഐസോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? നൈട്രജന്റെ മേലെ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഗ്രൂപ്പ് എന്താണ്? ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? CH3 ഇതാണ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. CH3 ഇതാണ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. അതിനെ ഷോർട്ട് ആക്കി വരച്ചതാണ് ഇതുപോലെ. അതായത് CH ബ്രാക്കറ്റിൽ CH3 ഇടുക, ട്വൈസ് ഇടുക. ഓക്കെ, രണ്ടും സെയിം ആണ്. അത് ഷോർട്ട് ആക്കി ഈ ഒരു സ്ട്രക്ചർ എക്സ്പാൻഡ് ചെയ്ത് വരച്ചതാണ്, ഇത് ഷോർട്ട് ആക്കി വരച്ചതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഈ ഒരു സംഭവത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോപ്രൊപ്പൈൽ. ഓക്കെ, ഐസോപ്രൊപ്പൈൽ എന്ന് വിളിക്കും. ഇതെടുത്ത് ഇവിടെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, CH3. ഓക്കെ, ക്ലിയർ ആയല്ലോ? CH3. ഇനി ഞാൻ ജസ്റ്റ് ഫിനൈൽ എഫ്രിൻ തൽക്കാലം നോക്കണ്ട. ഐസോപ്രിനാളിനും അതേപോലെ നോക്കിയേ, ഐസോപ്രിനാളിനും നമ്മുടെ അഡ്രിനാലിനും അതേപോലെ തന്നെ നോർഡ്രിനാലിനും തമ്മിൽ വ്യത്യാസം നോക്കിയേ. എന്താണ് വ്യത്യാസം? ഇവിടെ വരുന്ന നൈട്രജന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് വ്യത്യാസം അല്ലെ. ഐസോപ്രിനാളിനാണെങ്കിൽ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരും. അതേപോലെ തന്നെ അഡ്രിനാലിനാണെങ്കിൽ Nന്റെ മേലെ CH3 വരും ഈ പൊസിഷനിൽ. നോർഡ്രിനാലിനാണെങ്കിൽ Nന്റെ മേലെ ഹൈഡ്രജൻ ആണ് വരിക. ഇത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ, അപ്പൊ ഇതിൽ കാറ്റക്കോളമീൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ നമുക്ക് ആ ഒരു ഫോക്കസ് ചെയ്യണ്ടൂ സബ്സ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, അപ്പൊ അത് മാത്രം നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ ഗ്രൂപ്പിന്റെ പേര് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ആണ് നമുക്ക് അറിയണം. അത് നമ്മൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഇത് കാറ്റക്കോളമൈൻസ് ആണ്. അടുത്ത് നോക്കാം നമുക്ക് ഫീനൈൽ എഫ്രിൻ. ഓക്കെ, ഫീനൈൽ എഫ്രിൻ എന്താണ്? നോൺ കാറ്റക്കോളമൈൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് ഫീനൈൽ എഫ്രിന്റെ പ്രത്യേകത. നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഒരു OH ഗ്രൂപ്പ് കാണാം അല്ലെ. ആ OH ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6 ആറാമത്തെ പൊസിഷനിലുള്ളത് അല്ലെ. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിലുള്ളത്. അപ്പോൾ ഈ OH ഗ്രൂപ്പ് എന്താണ്? ഇതൊരു മോണോ ഹൈഡ്രോക്സി ഫിനോളിക് ഗ്രൂപ്പ് ആണ്. മോണോ ഹൈഡ്രോക്സി ഫിനോളിക് ആയിട്ടുള്ള നോൺ കാറ്റക്കോളമൈൻസിൽ വരുന്നതാണ് ഈ ഒരു OH ഗ്രൂപ്പ്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ് ഇവിടുത്തെ വ്യത്യാസം? അപ്പൊ അതിന് ജസ്റ്റ് വായിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അത് നമ്മൾ തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വരച്ചു. നോൺ കാറ്റക്കോളമൈൻസ് ആണ്, അതുകൊണ്ട് തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വരച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാനുള്ളത് CHOH, ഓക്കെ, CH2, NH, CH3. ഏതെങ്കിലും ഒരു സ്ട്രക്ചറായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? ഓക്കെ, ഫിനൈൽ എഫ്രിൻ ഏതെങ്കിലും ഒരു സ്ട്രക്ചറായിട്ട് സിമിലാരിറ്റി ഉണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചേ നമ്മളുടെ അഡ്രിനാലിന്റെ സ്ട്രക്ചർ ഇല്ലേ, എപ്പിനെഫ്രിൻ, അഡ്രിനാലിന്റെ അതേ സ്ട്രക്ചറിൽ എന്താണ് ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ഫോർത്ത് പൊസിഷനിൽ OH ഗ്രൂപ്പ് ഇല്ല. അതാണ് ഫീനൈൽ എഫ്രിൻ. ഓക്കെ, അപ്പോൾ അഡ്രിനാലിന്റെ സ്ട്രക്ചറിൽ ഫോർത്ത് പൊസിഷനിൽ കാറ്റക്കോൾ റിങ്ങിലെ ഫോർത്ത് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ OH ഗ്രൂപ്പ് നമ്മൾ കൊണ്ടുവന്നാൽ ഈ ഫീനൈൽ എഫ്രിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്തായിട്ട് മാറി? അഡ്രിനാലിനായിട്ട് മാറി, അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക എഫ്രിൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർക്കുക എന്താണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിന്റെ കേസിൽ നോക്കുക. അപ്പൊ ഓർക്കേണ്ട കാര്യം ഇവിടെ നോക്കിയ CHOH, CH2, NH, നൈട്രജൻ നമ്പർ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് CH3 ആണ്. അത് കൂടാതെ തന്നെ ഫോർത്ത് പൊസിഷനിൽ OH ഇല്ല. ഇത് എന്താണ്? നോൺ കാറ്റക്കോളമൈൻസിൽ വരുന്നതായിട്ടുള്ള ഫീനൈൽ എഫ്രിൻ ആണ്. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം. ഓക്കെ, മനസ്സിലായല്ലോ? CH2, NH, CH3 ഇതാണ് ഇവിടെ CH2, NH, CH3 അതാണ് ഫീനൈൽ എഫ്രിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത സ്ട്രക്ചർ വരുമ്പോൾ
മറ്റൊരു നോൺ കാറ്റഗോളമൈൻസ് ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് സാൽബ്യൂട്ടമോളും അതേപോലെ തന്നെ ടെർബ്യൂട്ടാലിനും. അപ്പോൾ ഇതെന്താണ്, ഇത് നോൺ കാറ്റഗോളമൈൻസിൽ വരുന്നതാണ് രണ്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നോൺ കാറ്റഗോളമൈൻസ് ആയതുകൊണ്ട് തേർഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും എന്ത് ഉണ്ടാവത്തില്ല, OH ഗ്രൂപ്പ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ രണ്ട് പൊസിഷനിലും ഒരുമിച്ച് ഉണ്ടാവത്തില്ല, തേർഡിലും ഫോർത്തിലും ഒരുമിച്ച് ഉണ്ടാവത്തില്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6. ഇതിന്റെ ജസ്റ്റ് ബെൻസീൻ റിംഗ് വരക്കാണ്. ഓക്കെ, ഇതിന്റെ തേർഡ് പൊസിഷനിൽ CH2OH മീഥൈൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് CH2OH ഗ്രൂപ്പും അതേപോലെ തന്നെ അതിന്റെ ഫോർത്ത് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പുമാണ് വരുന്നത്. ഓക്കെ, തേർഡ് പൊസിഷനിൽ CH2OH ഗ്രൂപ്പും ഫോർത്ത് പൊസിഷനിൽ OH ഗ്രൂപ്പുമാണ് വരുന്നത്. ഇനി ബാക്കി നോക്കാം. അതിന്റെ എന്താണ് ഈഥൈൽ അമീൻ ചെയിൻ എന്താ നോക്കാം. CHOH, ഓക്കെ, പിന്നെ CH2, പിന്നെ വരുന്നതാണ് നൈട്രജന്റെ മേലെ ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു CH3 ത്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, CH3 ഇതാണ് ആ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ പേരാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ. ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സാൽബ്യൂട്ടമോൾ. അപ്പൊ ബ്യൂട്ട് അങ്ങനെ ഓർക്കുക, ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ ആണ്. അപ്പൊ ഈ നൈട്രജന്റെ അകത്ത് എന്താണ് വരിക, നൈട്രജൻ കൂടെ കാർബൺ CH3. ഓക്കെ, അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ വ്യത്യാസം എന്താണ്, സാൽബ്യൂട്ടമോൾ പ്രത്യേകത എന്താണ്, സാൽബ്യൂട്ടമോൾ എന്ന് പറയുമ്പോൾ ഒരു നോൺ കാറ്റഗോളമൈൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത ഇവിടെ ഫോർത്ത് പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ തേർഡ് പൊസിഷനിൽ CH2OH അല്ലെങ്കിൽ മീഥൈൽ ഹൈഡ്രോക്സി ഗ്രൂപ്പാണ് CH3OH. അത് കഴിഞ്ഞ ശേഷം CHOH വരുന്നുണ്ട്, CH2 വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്. പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മേലുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്, അത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് വരിക. അതാണ് സാൽബ്യൂട്ടമോൾ വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെർബ്യൂട്ടാലിനും പഠിക്കാം. ഓക്കെ, ടെർബ്യൂട്ടാലിന്റെ കേസിൽ നോക്കിക്കോളൂ. ടെർബ്യൂട്ടാൽ എന്ന് പറയുമ്പോൾ ഇത് എത്രാമത്തെ പൊസിഷൻ, 1 2 3 4 5 6. ടെർബ്യൂട്ടാലിന്റെ കേസിലേക്കാണെങ്കിൽ ജസ്റ്റ് വരക്കുകയാണെങ്കിൽ ഓക്കെ, തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ്, പിന്നെ മറ്റൊരു OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, മറ്റൊരു OH ഗ്രൂപ്പ് എവിടെയാണ് വരുന്നത്, ഫിഫ്ത്ത് പൊസിഷനിൽ അല്ലെ. തേർഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ്, മറ്റൊരു OH ഗ്രൂപ്പ് വരുന്നത് ഫിഫ്ത്ത് പൊസിഷനിൽ. തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു OH ഗ്രൂപ്പ് വരുന്നത് ഫിഫ്ത്ത് പൊസിഷനിലാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ബാക്കി വരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് CHOH, ഓക്കെ, CH2 NH. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ CH3 ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇവിടെ നമ്മുടെ ടെർബ്യൂട്ടാലിനും സാൽബ്യൂട്ടമോളിലും എന്ത് സെയിം ആണ്, ഏത് പാർട്ട് സെയിം ആണ്, നമ്മുടെ ഈഥൈൽ അമീൻ ചെയിൻ പാർട്ട് സെയിം ആണ്. ടെർബ്യൂട്ടാലിനും സാൽബ്യൂട്ടമോളിനും ഈഥൈൽ അമീൻ ചെയിൻ പാർട്ട് സെയിം ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് അതായത് നമ്മുടെ CHOH CH2 വരുന്നുണ്ട്. നൈട്രജന്റെ മേലെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ഹൈഡ്രജൻ, നൈട്രജന്റെ മേലെ സബ്സ്റ്റിറ്റ്യൂന്റ് ഹൈഡ്രജൻ. പിന്നെ വരുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ അല്ലെ, ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ ആണ് വരുന്നത്. അപ്പോ ഈ ടെർബ്യൂട്ടാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും സാൽബ്യൂട്ടമോളിനെ വെച്ച് നോക്കുമ്പോഴും ബെൻസീൻ റിംഗിന്റെ പാർട്ടിലാണ്, ബെൻസീൻ റിംഗ് വരുന്ന ആ ഒരു സെക്ഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുന്നത്. ബാക്കി അതിന്റെ സൈഡ് ചെയിനിൽ രണ്ടും സെയിം ആണ്. അപ്പോൾ സാൽബ്യൂട്ടമോൾ പഠിക്കുമ്പോൾ ടെർബ്യൂട്ടാലിന്റെ സൈഡ് ചെയിനും ഒരേപോലെയാണ് ഓർക്കുക. ഇനി എവിടെ വ്യത്യാസം വരുന്നത്, സാൽബ്യൂട്ടമോളിന്റെ കേസിലാണെങ്കിൽ തേർഡ് പൊസിഷനിൽ ഒരു CH2OH ഗ്രൂപ്പും ഫോർത്ത് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരുന്നത്. ഇനി ടെർബ്യൂട്ടാലിന്റെ കേസിലാണെങ്കിൽ തേർഡ് പൊസിഷനിൽ OH ഗ്രൂപ്പും അതേപോലെ തന്നെ ഫിഫ്ത്ത് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വരുന്നത്. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനും. ഓക്കെ, അപ്പോൾ ടെർബ്യൂട്ടാലിൻ, സാൽബ്യൂട്ടമോൾ ഓർക്കേണ്ട ടെർഷ്യറി ബ്യൂട്ടൈൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് നൈട്രജന്റെ മേലെ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്ന എഫിഡിനും സ്യൂഡോ എഫിഡിനും ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ഒരു കൈറൽ കാർബണിൽ അവിടെ വരുന്ന OH ഗ്രൂപ്പിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതൊരു കൈറൽ കാർബൺ ആണ്. ഓക്കെ, ഇതും കൈറൽ കാർബൺ ആണ്. ഇത് സ്യൂഡോ എഫിഡിന്റെ കൈറൽ കാർബൺ, ഇതും സ്യൂഡോ എഫിഡിന്റെ കൈറൽ കാർബൺ. ഞാൻ ജസ്റ്റ് കാർബൺ 1 നമ്പർ ഇട്ടു, ഇത് 1 നമ്പർ ഇട്ടു.
ഈ 1 എന്ന് നമ്പർ ഇട്ട കാർബണിന്റെ മേലെ വരുന്ന OH ഗ്രൂപ്പിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലെ വ്യത്യാസമാണ്. അത് നമ്മൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എഫിഡിന്റെ കേസിൽ സോളിഡ് ബോണ്ട് ഉപയോഗിക്കുക, സോളിഡ് വെഡ്ജ് ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്യൂഡോ എഫിഡിന്റെ കേസിലാണെങ്കിൽ ഒരു ഡാഷ് അല്ലെങ്കിൽ ഹാഷർ ലൈൻസ് ആണ്, ബോണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ എഫിഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എൻജിനീയറിംഗിലേക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു OH ഗ്രൂപ്പ് ഇല്ല അല്ലെ. നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോൺ കാറ്റഗോളമൈൻസ് വിത്തൗട്ട് ഹൈഡ്രോക്സി OH ഗ്രൂപ്പ് ഓൺ ദ ഫീനൽ റിംഗ് അല്ലെ. അപ്പൊ ആ ഒരു കാറ്റഗറിയുടെ എക്സാമ്പിൾ ആണ് എഫിഡിനും സ്യൂഡോ എഫിഡിനും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡ്രഗ്സിനെ കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു എന്താ പറയാ അഡ്രിനർജിക് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് സ്ട്രക്ചർ മാത്രമാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ള ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുക. ഇനി വരക്കുന്ന സമയത്ത്, ഇനി പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ മാത്രം ഓർത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ അതിന് ആദ്യം നമ്മൾ അറിയേണ്ടത് കാറ്റഗോളമൈൻസ് എന്താണെന്ന് അറിയണം. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിന്റെ കാര്യങ്ങൾ, ഐസോ പ്രൊപ്പൈൽ ഗ്രൂപ്പ്, ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഐസോപ്രിനാളിൻ വരുമ്പോൾ ഇനി എന്ത് മാത്രം ഓർത്താൽ മതി, അവിടെ ഒരു നൈട്രജന്റെ മേലെ ഒരു ഐസോ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്. സാൽബ്യൂട്ടമോൾ ടെർബ്യൂട്ടാലിൻ വരുമ്പോൾ ഓർക്കേണ്ട കാര്യം, രണ്ട് കേസിലും എന്താണ് അതിന്റെ ഈഥൈൽ അമീൻ പോർഷൻ സെയിം ആണ് വിത്ത് ടെർഷ്യറി ബ്യൂട്ടൈൽ ചെയിൻ. ഓക്കെ, അതിന്റെ മാറ്റം വരുന്നത് സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനും മാറ്റം വരുന്നത് അതിന്റെ ബെൻസീൻ റിംഗിലെ സബ്സ്റ്റിറ്റ്യൂഷനാണ് മാറ്റം വരുന്നത്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി അഡ്രിനാലിനും നോറഡ്രിനാലിനും ഐസോപ്രിനാലിനും ഒരിക്കലും മാർക്ക് ചെയ്യരുത്, അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക് യു.